കറുപ്പുമുളുപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഒത്തിരി ലോക്സഭാ എം പിമാരുണ്ട്. ഈ എം പിമാരെക്കാളും എപ്പോഴും ലൈം ലൈറ്റിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് തിരുവനന്തപുരം എം പി ആയ ശ്രീ ശശി തരൂരാണ്. ശ്രീ ശശി തരൂര് നിറഞ്ഞു നിൽക്കുന്നതിനകത്ത് പലവിധ കാരണങ്ങളുണ്ട്, പലവിധ സ്പെക്കുലേഷൻസ്. ഒന്നാമത്, കോൺഗ്രസ് പോലുള്ള കോൺഗ്രസിൻ്റെ ഈ ശുഷ്കിച്ച അല്ലെങ്കിൽ ക്ഷയിച്ച ചട്ടക്കൂടിനകത്ത് ശശി തരൂരിനെ പോലുള്ള ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല. നമ്മുടെ നാട്ടില് ഒരു ചൊല്ലുണ്ട്, ഒരു നാഴിക്കകത്ത് വേറൊരു നാഴി കൊള്ളില്ല. അപ്പോൾ ശ്രീ ശശി തരൂര് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്കൊപ്പമോ പാർട്ടിയെക്കാലുമോ വളർന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി, കഴിഞ്ഞ 4 ടേമായിട്ട് അദ്ദേഹം പാർലമെന്റിന്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പാർലമെന്റ് അംഗം. പിന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തും ആരാധകരുള്ള ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം. ലോക പൗരൻ, വിശ്വപൗരൻ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ അർത്ഥമില്ലാത്ത വാക്കുകളാണ്. എന്നാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, എല്ലാ രാജ്യത്തും ആരാധകരുള്ള ഒരു എം പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ശശി തരൂരാണ്. അദ്ദേഹം പലവിധ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ക്രിക്കറ്റിന്റെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് അഴിമതി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ പുഷ്കറുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. അവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായിരുന്നു. ഒരു പാകിസ്ഥാനി പത്രപ്രവർത്തകയായിട്ട് ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ കഴിഞ്ഞ 20 വർഷങ്ങളിലും എല്ലാ മാസവും ഏതെങ്കിലും ഒരു വാർത്തയിൽ പുള്ളിക്കാരൻ ലൈം ലൈറ്റിൽ നിൽക്കുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, ഇപ്പൊ കോൺഗ്രസ് ഇതുവരെ ഉള്ളത്, കോൺഗ്രസ് അധ്യക്ഷനായിട്ട് മത്സരിച്ചു എന്ന് പറയുന്ന മഹാപരാധം പോലും അവര് ക്ഷമിച്ചു. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് അവര് നോമിനേറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും, കോൺഗ്രസ് നോമിനേറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും മറ്റു രാജ്യങ്ങൾ സന്ദർശിച്ചതും അവർ ക്ഷമിച്ചു. അപ്പോഴൊക്കെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ ശശി തരൂര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും അവര് യാതൊരു നടപടി എടുക്കുന്നില്ല. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഇറങ്ങിപ്പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവസാനം കോൺഗ്രസ്സുകാർ ഒരിക്കലും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാത്ത ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥയെ വിമർശിക്കുക എന്നുള്ളത്. ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ സ്വന്തം കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തിനെ അടിയന്തരാവസ്ഥയിലോട്ട് തള്ളിവിട്ടു. അതിന്റെ 50-ാം വാർഷികം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശ്രീ ശശി തരൂരിന് അതിനെ പറ്റിയിട്ടുള്ള ബോധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശകന്മാര് പറഞ്ഞു കൊടുത്തപ്പോൾ ലേറ്റായി കാണും. തിരുവനന്തപുരത്ത് അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രകടനങ്ങളും ചർച്ചകളും മാർച്ചുകളും ഒക്കെ നടന്നപ്പോഴത്തേക്ക് ഒക്കെ പുള്ളിക്കാരന് പങ്കെടുക്കാമെന്ന്, അപ്പോഴൊന്നും പങ്കെടുത്തില്ല. പകരം പുള്ളിക്കാരൻ ഒരു ലേഖനത്തിൽ അടിയന്തരാവസ്ഥയെ വിമർശിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലാസ്റ്റ് നെയിൽ ഇൻ ദ കഫിൻ എന്ന് പറഞ്ഞ പോലെ ശ്രീ ശശി തരൂരിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി കോൺഗ്രസിന് അടിക്കാനുള്ള അവസരമാണിത്. കാര്യം ബാക്കി ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും രാജ്യസ്നേഹം പറഞ്ഞിട്ടാണെങ്കിലും, രാജ്യത്തോടുള്ള താല്പര്യം പറഞ്ഞാലും, ബുദ്ധിജീവി പരിവേഷം പറഞ്ഞാലും ഒക്കെ കോൺഗ്രസിന് ക്ഷമിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥയെ വിമർശിക്കുക, ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുക, ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയെ വിമർശിക്കുക, സ്വാഭാവികമായിട്ടും അതിനുശേഷം വന്ന രാജീവ് ഗാന്ധി, ഗാന്ധി ഫാമിലിയെ വിമർശിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാരുടെ സകല കൺട്രോളും പോകും. ഗാന്ധി ഫാമിലിയെ വിമർശിക്കാൻ തുടങ്ങുന്നിടത്ത് ശ്രീ ശശി തരൂരിന്റെ അന്ത്യമാണെന്ന് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന പല കോൺഗ്രസ് പ്രസിഡന്റുമാർക്കും, ശ്രീ PV നരസിംഹറാവുവിന് പോലും ഒരു മാന്യമായിട്ടുള്ള ഒരു ശവസംസ്കാരം പോലും കൊടുക്കാത്തതിന് കാരണം ഗാന്ധി ഫാമിലിയെ വിമർശിച്ചു എന്നുള്ളതാണ്, അടിയന്തരാവസ്ഥയെ വിമർശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ തരൂരിനെ ഈ കാര്യത്തിൽ എന്തായാലും കോൺഗ്രസ് തരൂരിനോട് ക്ഷമിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കാര്യം അടിയന്തരാവസ്ഥ തെറ്റായിരുന്നെങ്കിൽ പോലും അതിനെ പരസ്യമായിട്ട് ന്യായീകരിക്കുന്ന ഒരാളെ കോൺഗ്രസിനകത്ത് വെച്ചുകൊണ്ട് അവർക്ക് ജനങ്ങളെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ഒന്നും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല.
ഇന്ന് കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ മുന്നണിയിലിരിക്കുന്ന കക്ഷികൾ എല്ലാവരും തന്നെ, ഏകദേശം എല്ലാവരും തന്നെ അടിയന്തരാവസ്ഥയുടെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചവരാണ്. എന്നാലും BJP എന്ന് പറയുന്ന ഒരു ഭീകര രാക്ഷസനെ പേടിച്ച് ഇവരെല്ലാം വീണ്ടും ആ കോൺഗ്രസ്സുകാരുടെ ചാക്കിനകത്ത് വീണ്ടും കയറിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചാക്കിനകത്ത് നിന്ന് വീണ്ടും ഒരാൾ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. എന്തായാലും അടിയന്തരാവസ്ഥയെ തള്ളിപ്പറഞ്ഞ ഒരാളെയും വെച്ചുകൊണ്ട് അവർക്ക് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഭയങ്കര ദയനീയമായിരിക്കും. അതുകൊണ്ട് ശശി തരൂരിനെ ഒഴിവാക്കാനുള്ള ഒരു അടിയന്തര തീരുമാനം കോൺഗ്രസിൽ നിന്ന് ഉടനെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.